എങ്കിലിപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. വലിയ നേട്ടങ്ങളില്ലെങ്കിൽ കൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകൾ? വിഷ്ണു, നിലവിൽ വിപണി പരിശോധിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് നിലനിൽക്കുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് 25,903 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ടേൺ അറൗണ്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നിലവിൽ 30 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 20 ഓഹരികളാണ് ഇടിവുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ 58,057 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കും ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 9 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 3 ബാങ്കിങ് ഓഹരികളാണ് ഒരു ഇടിവ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു മികച്ച നേട്ടം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോ ഓഹരികളാണ്. അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2.25% നേട്ടം ഉണ്ടാകുന്നു. മാരുതി സുസുക്കിയിലേക്ക് വരികയാണെങ്കിൽ 1.5% മുകളിലുള്ളൊരു നേട്ടം. ഹീറോ മോട്ടോകോപ്പും സമാനമായിട്ടുള്ള ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. IT കമ്പനി ആയിട്ടുള്ള TCSനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.25% മുകളിലും. ഭാരത് ഇലക്ട്രോണിക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്താനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. എന്നാലും ഫാർമ കമ്പനി ആയിട്ടുള്ള സിപ്ല പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതലുള്ള ഒരു ഇടിവ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. ഏകദേശം 1.25% ഒരു ഇടിവിലേക്ക് സിപ്ലയുടെ ഓഹരി നീങ്ങിയിരിക്കുന്നു. NTPC പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 1.25% ഒരു ഇടിവാണ് NTPCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കമ്പനിയുടെ പാദഫലം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് NTPCക്ക് സാധിച്ചിരുന്നില്ല. അതിപ്പോൾ നിലവിലിപ്പോൾ ഓഹരിക്ക് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. കൂടാതെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു റാലിക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് കടന്നിരിക്കുന്നു. ഹിൻഡാൽകോ നോക്കുകയാണെങ്കിൽ 1%-ഓളമുള്ളൊരു ഇടിവും, ടാറ്റ സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ 0.5% ഒരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ച. 58,024 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക്, കാനറ ബാങ്ക് ഓഹരികൾക്കൊക്കെ തന്നെ 2%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നേട്ടം ഇപ്പോൾ 1.25%-ഓളം, ഫെഡറൽ ബാങ്ക് 0.25% ഒരു നേട്ടവും നിലനിർത്തുന്നുണ്ട്. എന്നാലും കോട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ 0.25% മുകളിലും, HDFC ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഒരു 0.25% ഒരു ഇടിവും രേഖപ്പെടുന്നു. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിലയിൽ ഇപ്പോൾ സെക്ടറുകളുടെ ഒക്കെ ഒരു പ്രകടനം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്തുന്നു. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക നോക്കുകയാണെങ്കിൽ 1.5%-ഓളം, റിയൽറ്റി സൂചികയിൽ ഏകദേശം 1.25% മുകളിലുമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. FMCG പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിഫ്റ്റി മെറ്റൽ സൂചികയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു ഇടിവ് കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ വളരെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം തന്നെയാണ് PSU ബാങ്കിങ് ഓഹരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏകദേശം പരിശോധിക്കുകയാണെങ്കിൽ സൂചിക 107 പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 8,166 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ വളരെ മികച്ച ഒരു പെർഫോമറായി മാറിയിരിക്കുന്നത് യൂണിയൻ ബാങ്കിൻ്റെ ഓഹരികളാണ്. ഏകദേശം 4.25% നേട്ടമുണ്ടാകുന്നു. ഇന്ത്യൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലും, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.5% ഒരു മികച്ച പെർഫോമൻസും ഉണ്ടാകുന്നു. നിഫ്റ്റി റിയൽറ്റിയിലേക്ക് വരികയാണെങ്കിലും നേട്ടം 1.25% മുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നുവാമ യുണൈറ്റഡ് ബ്രൂവറീസിന് ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു റിവിഷൻ വരുത്തിയിരിക്കുന്നു. 2,400 രൂപയുടെ ടാർഗറ്റ് പ്രൈസ് നിലവിൽ ഇപ്പോൾ 2,270 രൂപയായിട്ട് കുറച്ചിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു 2026 രണ്ടാം പാദത്തിൽ ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ 3% ഇടിവും, എബിഡ പരിശോധിക്കുകയാണെങ്കിൽ 43% ഒരു ഇടിവുണ്ടാകുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചില ബ്രൂവറികളൊക്കെ തന്നെ ഒരു ഫ്ലഡിൻ്റെയും മറ്റുമൊക്കെ ഭാഗമായിട്ട് ഒരു ഷോർട്ട് ടേമിലൊക്കെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കുന്നതും കമ്പനിക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ ഒരു പാദഫലം പരിശോധിക്കുകയാണെങ്കിലും നമ്പേഴ്സ് ടേംസിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു പ്രകടനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇന്നിപ്പോൾ ഓഹരി പരിശോധിക്കുകയാണെങ്കിലും വലിയൊരു രീതിയിലുള്ളൊരു കുതിപ്പ്, ഏകദേശം 5.25% ഒരു നേട്ടം നിലനിർത്താനും വേണ്ടിയിട്ടും ഓഹരിക്ക് സാധിക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഒരു വിപണി ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലും, നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലുമാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു.